നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ചോറിൻ്റെ ഒപ്പം കൊടുത്തു വിടാൻ പറ്റിയ ഒരു മുട്ട ചിക്കിയത് ഒരു സ്പെഷ്യൽ ചേരുവയൊക്കെ ചേർത്ത് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അതിന് ഞാനൊരു 2 മുട്ടയാണ് എടുത്തേക്കണത്. അതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് പൊടി, മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തേക്കണത് ഉള്ളിയാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. അപ്പോൾ ഉള്ളി ഞാൻ ഒരു 3-4 ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പച്ചമുളക് എടുത്തത് കൊണ്ടാണ് കേട്ടോ കുറച്ച് മുളക് പൊടി എടുത്തേക്കണത്. ഇപ്പോൾ നമുക്ക് മുളക് പൊടി മാത്രമായിട്ടോ അല്ലെങ്കിൽ പച്ചമുളക് മാത്രമായിട്ടോ ആയാലും എടുക്കാം. അപ്പോൾ എരിവ് നോക്കിയിട്ട് അതേപോലെ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ആണ് ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ ചേരുവയെന്ന് പറയില്ലേ, അത് ഇതാണ് കേട്ടോ, പാലാണ്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം പാൽ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ ഞാൻ ചേർത്തത്. അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ നേരെ ചൂടാകുമ്പോൾ തന്നെ നമുക്ക് മുട്ട അടിച്ച് വെച്ചത് ഇതിൻ്റെ ഒപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചട്ടി ഒരുപാട് ചൂടാവണമെന്നില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ മുട്ട അടിച്ച് വെച്ച് ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മുട്ട അടി പിടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ചിക്കിയെടുക്കാം കേട്ടോ. മുട്ട സാധാരണ ചിക്കണ പോലെ തന്നെ ചിക്കിയെടുക്കാം. പിന്നെ ഇതിൽ ചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഒരുപാട് കുഞ്ഞു കഷ്ണങ്ങളാവേണ്ട, പകരം കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് ചിക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു വലിപ്പത്തിലുള്ള കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ചിക്കിയെടുക്കുന്നത്. ഒരുപാട് ചെറുതായി നുറുങ്ങിപ്പോണ്ട, അല്ലാണ്ട് നമുക്ക് ഈ ഒരു പാകത്തിന് നമുക്കൊരു ടീസ്പൂൺ വെച്ച് ചിക്കിയെടുക്കാം. പിന്നെ ഞാനിതിൽ പാല് ചേർത്തേക്കണത് നമുക്ക് ഈ മുട്ട ചിക്കിയത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാണ്ടിരിക്കാനും പിന്നെ മുട്ട ചിക്കിയത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതിനും വേണ്ടിയാണ് കേട്ടോ ഞാൻ പാല് ചേർത്ത് കൊടുത്തത്. അപ്പോൾ പാലൊക്കെ ചേർത്ത് ഇതേപോലെ മുട്ട ചിക്കിയത് ഉണ്ടാക്കണവരുണ്ടാവാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പോൾ ഇതേ നമ്മുടെ മുട്ട ചിക്കിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കണ്ട കേട്ടോ. മുളക് പൊടിയോ അതല്ലെങ്കിൽ കുരുമുളക് പൊടിയോ നമുക്ക് മാത്രം ചേർത്താൽ മതി. അതേപോലെ തന്നെ പച്ചമുളക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പച്ചമുളകും ഉപ്പും മാത്രം മതി, ഉള്ളിയും മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇതേ നമ്മുടെ മുട്ട ചിക്കിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തും സപ്പോർട്ട് ചെയ്യാം.